നമസ്കാരം, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റികളുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യുകയും വലിയൊരു അവസരത്തിലേക്ക്, വലിയൊരു ഒരു സാഹചര്യത്തിലേക്ക് ആ ഓപ്പർച്യൂണിറ്റികൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ പറയുന്ന ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെയാണ് ഐ+, ടീച്ച് പ്രോ എന്ന് പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കോഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, ചില അധ്യാപകർ 10 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുന്നു, 5 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുന്നു, 1.5 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. എൻ്റെ കൂടെ എം ഫിൽ പഠിച്ചൊരു സുഹൃത്ത് അന്ന് തന്നെ ഏകദേശം 1 ലക്ഷത്തി പുറത്ത് രൂപയ്ക്ക് ജോലി ചെയ്യായിരുന്നു. ഓക്കെ, ഓൺലൈൻ മേഖലയാണ്. അപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ജോലി കിട്ടുന്നു, അറ്റ് ദ സെയിം ടൈം വലിയ മികച്ച രീതിയിലുള്ളൊരു പാക്കേജ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടീച്ചർ എന്നുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അല്ലേ. ഒരു ടീച്ചറും ഒരു എഡ്യൂക്കേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, കുറച്ചും കൂടെ ക്ലാസ് റൂം സെൻറ്റേഡ് ആയിട്ടാണെങ്കിൽ, എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ അത് ബ്ലെൻഡർ ലേണിംഗ് ആണ്. അവിടെ ഓഫ്ലൈൻ വരും, ഓൺലൈൻ വരും. പ്രത്യേകിച്ച് ഒരു കുട്ടിയെ പഠിപ്പിക്കുക മാത്രമല്ല, അവൻ്റെ ഓവറോൾ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നവരാണ് എഡ്യൂക്കേറ്റർ എന്ന രീതിയിൽ പറയുന്നത്. അപ്പം നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു റോളിൽ നിന്ന് ഒരു എഡ്യൂക്കേറ്ററിൻ്റെ റോളിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ റെമ്യൂണറേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഓക്കെ, അതിന് ഇവർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്കിൽ സെറ്റുകളുണ്ടോ? എല്ലാവർക്കും എന്തുകൊണ്ടാണ് ആ ശമ്പള സ്കെയിലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ എല്ലാം ഉത്തരമാണ് ഈ ടീച്ച് പ്രോ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്പെഷ്യലായിട്ടുള്ള ഈ കോഴ്സ്. എക്സ്ക്ലൂസീവ്ലി ടീച്ചേഴ്സിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്ത് രീതിയിലാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ലാൻഡ്സ്കേപ്പിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. നമ്മളറിയാം, നമ്മുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ട്രഡീഷണൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ പോയിക്കൊണ്ട് ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, എക്സാമിനേഷൻ അല്ലേ, ഈ ലെവലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ചില സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇൻട്രാക്റ്റീവ് പാനലുകൾ അല്ലേ, ഡിജിറ്റൽ ബോർഡുകളൊക്കെ പല സ്കൂളിലും വന്നിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് വരുന്നു, അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ലെസണിലേക്ക് വരുന്നു, ഡിജിറ്റൽ മെറ്റീരിയലിലേക്ക് വരുന്നു, പലതരത്തിലുള്ള ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? AI ടൂള് അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതൽ ഒരു ത്രെഡാണോ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത് നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കും. ഓക്കെ, അപ്പം നമ്മുടെ നോളജിനെയും നമ്മുടെ സ്കിൽ സെറ്റിനെയും അത്രയും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് AI-യിലുള്ളത്. പക്ഷെ നമ്മൾ അതിനെ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ സാഹചര്യങ്ങളെ നമുക്ക് എത്രമാത്രം ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന മാറുന്ന ടീച്ചിങ് സാഹചര്യങ്ങളെ, മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ് അല്ലേ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു PG ഉണ്ടാകാം, UG ഉണ്ടാകാം, BEd ഉണ്ടാകാം, മറ്റീ പറഞ്ഞ പോലെ കേട്ടറ്റ്, സെറ്റ്, മറ്റ് ക്വാളിഫിക്കേഷൻസുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ എന്താണ് ആക്ച്വലി? ഇതൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്ന കോഴ്സുകളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് BEdന് നമ്മൾ നമ്മുടെ സ്പോർട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, യോഗയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ CD ഡിസ്കിൽ റൈറ്റ് ചെയ്യണമായിരുന്നു. അന്ന് ഞങ്ങൾ അന്വേഷിച്ചുപോയിട്ട് CD ഡിസ്കിൽ റൈറ്റ് ചെയ്യുന്നു, അതായത് വീഡിയോ എടുത്തിട്ട് CD ഡിസ്കിൽ വേണം നമ്മൾ റൈറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വളരെ സാമ്പ്രദായമായിട്ടുള്ള രീതികളൊക്കെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലേ. നമ്മൾ ലെസൺ പ്ലാൻ എഴുതി കൃത്യമായിട്ട് പോയി അല്ലേ, ക്ലാസ്സുകൾ എടുത്ത് അതിൻ്റെ പഴയ മെക്കാനിസം പോലെയാണ് പോകുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ടീച്ചിങ് എയ്ഡ്സുകളൊക്കെ നമ്മൾ എഴുതി വെക്കും അല്ലേ. എന്താണ്? ചാർട്ടുകൾ,
അല്ലേ, ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് എന്നൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അതൊക്കെ മാറിക്കഴിഞ്ഞ സാഹചര്യത്തിലേക്ക് എത്രയോ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പോലും നമ്മളെ വേണ്ട രീതിയിൽ കാലത്തിനനുസരിച്ച് മാറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയ പ്രസക്തമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ BEd കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ ടീച്ചിങ് കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ടും നമ്മൾ ഈ കാലത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ, കാലത്തിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സ്കിൽ സെറ്റുകൾ പോരാ, നമ്മുടെ സ്കിൽ സെറ്റുകൾ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല, നമ്മൾ പഴയ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് എന്താണ് പ്രോ എന്ന് പറയുന്ന നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ എഡ്യൂക്കേറ്ററിന് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഈ പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കൽ ലേണിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, മറിച്ച് നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതിൻ്റെ മെത്തഡോളജി എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ടുള്ള പരിശീലനം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി വന്നിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയത്തിലേക്കാണ് വീണ്ടും നിൽക്കുന്നത്. എന്ത് ചലഞ്ചാണ് നമ്മൾ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? എക്സ്പേർട്ടായിട്ടുള്ള നോളജ്, അല്ലേ? ഒരു എക്സ്പേർട്ടായിട്ടുള്ള സബ്ജക്റ്റ് നോളജ് കൃത്യമായി ഓൺലൈൻ ടീച്ചിങ്ങിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്, സബ്ജക്റ്റ് നോളജിലുണ്ട്, ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്, പക്ഷെ അത് എഫക്റ്റീവ് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് ലീഡ് ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവായിട്ടുള്ള സബ്ജക്റ്റ് നോളജ് എഫക്റ്റീവായിട്ടുള്ള ഓൺലൈൻ ടീച്ചിങ്ങിലെ എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഓക്കെ, എൻ്റെ ഒരു ടീച്ചർ തൊട്ടടുത്തൊക്കെ ട്യൂഷൻ എടുക്കുന്നൊരു ടീച്ചറാണ് കേട്ടോ, നമുക്കറിയാവുന്നൊരു ടീച്ചറാണ്. ടീച്ചർ നല്ല സബ്ജക്റ്റ് നോളജാണ്, മാത്തമാറ്റിക്സ്. ഓക്കെ, ഞാൻ എപ്പോഴും ടീച്ചറിനോട് പറയും, ടീച്ചറെ വളരെ തുച്ഛമായിട്ടുള്ള പേയ്മെൻ്റാണ് ടീച്ചർ മേടിക്കുന്നത്, മാസം 250-300 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. ഓക്കെ, ചിലരൊന്നും ഫീസ് കൊടുക്കത്തില്ല, ചിലർക്ക് കൊടുത്താലായി, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പക്ഷെ അസലായിട്ട് മാത്തമാറ്റിക്സ് പഠിപ്പിക്കും. പക്ഷെ എന്താ പ്രശ്നം? ടീച്ചറിന് ഭയങ്കരമായ പേടിയാണ്. ഞാൻ എപ്പോഴും സംസാരിക്കും, ടീച്ചറെ ഒരു ഗൂഗിൾ അക്കൗണ്ട്, ഒരു യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങുക, ഒരു മെയിൽ ID എടുക്കുക, എന്നിട്ട് ഇന്ന ടൂളുകളാണ്. ടീച്ചറിന് കമ്പ്യൂട്ടർ ഭയങ്കര പേടിയാണ്, ഉപയോഗിക്കാൻ പേടിയാണ്. ടീച്ചർ പറയുന്നത്, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് കുട്ടികളുമായിട്ട് ഫേസ് ടു ഫേസ് അല്ലാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ടീച്ചറിൻ്റെ സ്കിൽ സെറ്റും സബ്ജക്റ്റ് നോളജും വെച്ചുകൊണ്ട്, ടീച്ചറിൻ്റെ നോളജ് ഡെപ്ത് അനുസരിച്ച്, കുട്ടികളുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ച് ടീച്ചറിന് എന്ത് ചെയ്യാം? വലിയ ഓപ്പർച്യൂണിറ്റികൾ, അത് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നല്ല വേതനത്തോടുകൂടി, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നല്ല സാലറി സ്കെയിലോട് കൂടിയുള്ള ജോലിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ പോലും ഒരു മണിക്കൂറിന് 5000 തൊട്ട് 10000 വരെ മണിക്കൂറിന് ഓൺലൈൻ ടീച്ചിങ്ങിൽ മേടിക്കുന്ന അധ്യാപകരുടെ എണ്ണം വളരെ ഭീമമായ നമ്പറാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നേരത്തെ പറഞ്ഞ ടീച്ചറിൻ്റെ സബ്ജക്റ്റ് നോളജ് മാത്രമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഈ ഓൺലൈൻ സ്കിൽ സെറ്റുകളാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളോട് എപ്പോഴും പറയുന്നത് ഓൺലൈൻ പഠിപ്പിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ശമ്പള സ്കെയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിദേശത്തൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വ്യക്തിപരമായി ഇൻഡിവിജ്വലായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓൺലൈൻ സ്കിൽ സെറ്റിൽ വളരെയധികം പ്രിഫറൻസ് അവർക്കുണ്ട്. കൃത്യമായിട്ടുള്ള മുൻഗണന അവർക്ക് ഈ ഓൺലൈൻ സ്കിൽ സെറ്റുകളുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് ഉള്ളത്? എന്തൊക്കെ മെത്തഡോളജികളാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഷിഫ്റ്റാണ് ഈ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ട്രഡീഷണൽ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ട്രഡീഷണൽ ടീച്ചറിൻ്റെ പ്ലാറ്റ്ഫോം എന്താണ്? നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് നോളജ്. നമ്മൾ എന്തുകൊണ്ടാണ് PG കഴിഞ്ഞിട്ട് കേട്ടറ്റോ അല്ലെങ്കിൽ സെറ്റോ അല്ലെങ്കിൽ നെറ്റോ പോലുള്ള ഒരു എക്സാമിനേഷനിലേക്ക് നമ്മൾ പോകുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ വീണ്ടും നമ്മുടെ സബ്ജക്റ്റ് നോളജ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുക, അല്ലേ? അപ്പം നമ്മുടെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ആയിക്കോട്ടെ, സബ്ജക്റ്റിലുള്ള നോളജ് ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കുണ്ട്. ക്ലാസ് റൂം ബേസ്ഡ് ടീച്ചിങ്, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഔട്ട്കം, അല്ലേ? ഇങ്ങനെയുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലുള്ള നോളജാണ് കൂടുതലും നമുക്കുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കിൽ സെറ്റാണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെ കുട്ടിയെ എൻഗേജ് ചെയ്യും നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ, ഓക്കെ, അതായത് നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് കുട്ടികളെ ഇൻട്രാക്ഷൻ ചെയ്യുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി
ക്ലാസ്സിലാണോ, ക്ലാസ്സിലുണ്ടോ, ക്ലാസ്സിലില്ലയോ, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ എൻഗേജ്മെൻറ്റ് കുറവാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അത് വലിയൊരു ചോദ്യമാണ് അല്ലേ. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ 100-150 പേരുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായിട്ടും 2-3 ക്ലാസ് കഴിയുമ്പം ഈ കുട്ടികളുടെ എല്ലാം പേരുകൾ നമ്മൾ പഠിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ പേരുകളൊക്കെ പഠിച്ചുകൊണ്ട് ഓരോ കുട്ടികളും ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ, ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് വരുമ്പോഴത്തേന് ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സെൽഫ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതിലേക്ക് വരാം. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോക്കസിങ് ലീഡ് അതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബ്രാൻഡാണ്. മനസ്സിലാണ്ടോ? ഓക്കെ, എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് എൻ്റെ റെപ്യൂട്ടേഷനാണ്. ആ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്നെ മറ്റുള്ളവർ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാത്രം പേയ്മെൻറ്റ് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ സ്കൂളോ ക്ലാസ്സോ ചൂസ് ചെയ്യുന്ന പോലല്ല, ഇവിടെ കുട്ടികളാണ് നിങ്ങളെ ചൂസ് ചെയ്യുന്നത്. ഒരു ടീച്ചറെ വേണം, അല്ലെങ്കിൽ ഇന്ന ടീച്ചറിൻ്റെ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഇന്ന അധ്യാപിക എനിക്ക് ഈ വിഷയം പഠിപ്പിക്കണം എന്ന് ഒരു കുട്ടി പറയുമ്പോഴാണ് നിങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. അത് പ്രത്യേകിച്ച് ഓൺലൈൻ ടീച്ചിങ്ങിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം സ്കിൽ സെറ്റുകൾ വേണം, ആ തരത്തിലുള്ള ഒരു ഡിമാൻഡ് നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഒരു സെൽഫ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെൽഫ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന വലിയ അക്കങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു സെൽഫ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേറ്ററായിട്ട് മാറുമ്പോൾ കണ്ടോ, ഇവിടെ ടീച്ചറാണ് ഉദ്ദേശിച്ചത്, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എഡ്യൂക്കേറ്ററാണ് അല്ലേ. അവിടെ സബ്ജക്റ്റ് നോളജ് വേണം, സബ്ജക്റ്റ് നോളജ് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഡിജിറ്റൽ ടീച്ചിങ് സ്കിൽസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ്, ഇപ്പം നിങ്ങൾ ഒരു PPT പ്രസൻറ്റ് ചെയ്യണം അല്ലേ. ഇപ്പം ജെമിനി ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, മറ്റൊരുപാട് ഓൺലൈൻ ടൂൾസുകളുണ്ട് ഈ പറയുന്ന പ്രസൻറ്റേഷന് വേണ്ടി. ഓക്കെ, ആ പ്രസൻറ്റേഷൻ നിങ്ങളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരും. അതുപോലെ തന്നെ വീഡിയോ ബേസ്ഡ് ലേണിംഗ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ കണ്ടൻറ്റുകൾ, ഓൺലൈൻ അസസ്മെൻറ്റുകൾ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിങ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓൺലൈൻ എഡ്യൂക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നില്ല, പറഞ്ഞു വരുന്ന ആശയം എന്ന് പറയുന്നത് എന്തൊക്കെ ടൂളുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയെ അസസ്മെൻറ്റ് നടത്താൻ, ക്ലാസ്സിലുള്ള അസസ്മെൻറ്റ്, എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള അസസ്മെൻറ്റ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സാമിനേഷൻ, ഓൺലൈൻ ഏതൊക്കെ രീതിയിൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാം, എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇതെല്ലാം ഓൺലൈനാണല്ലോ അല്ലേ. നമുക്ക് ഓഫ്ലൈൻ ആകുമ്പോൾ കുട്ടികൾ പേപ്പർ എഴുതുന്നു, നമ്മൾ ആ പേപ്പർ നോക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളുടെ ഒരു ഒപ്പ്, പേരൻസിൻ്റെ ഒരു ഒപ്പ് ഇട്ടിട്ട് വരണം എന്ന് പറയുന്നു അല്ലേ. എന്നിട്ട് അവന് എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ എംപോസിഷൻ കൊടുക്കും അല്ലേ, അതല്ലെങ്കിൽ വീണ്ടും റീടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇത് ഓൺലൈൻ വരുമ്പോൾ ഈ ഒരു അപ്രോച്ച് ടോട്ടലി മാറുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എക്സലൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? ചെറിയ കാര്യമല്ല. ഓക്കെ, അത് എക്സ്പീരിയൻസിലൂടെ മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് സ്കിൽ സെറ്റുകൾ അക്വയർ ചെയ്യുന്ന വഴിയാണ് ഉണ്ടാകുന്നത്. അപ്പം നല്ലൊരു ടീച്ചറാകാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സഹായിക്കും. പക്ഷേ ഈ സ്കിൽ സെറ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഓൺലൈനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നല്ലൊരു പെർഫോമർ ആകുകയാണെങ്കിൽ എന്ത് വേണം? ചില ടൂളുകൾ, ടെക്നിക്കൽ കോമ്പറ്റൻസുകൾ, ചില സ്കിൽ സെറ്റുകൾ ആവശ്യമുണ്ട്. ഓക്കെ, അത് തീർച്ചയായും ആയിട്ടും ഓഫ്ലൈൻ നിന്ന് ഓൺലൈൻ ഒരുപാട് വ്യത്യാസമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഡിജിറ്റൽ ടീച്ചിങ് സ്കിൽസുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് ഓരോന്ന് പറയും കേട്ടോ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് അറ്റൻഷൻ ഉണ്ട്, ബോഡി ലാംഗ്വേജുകളുണ്ട്, കുട്ടികളുടെ കൺഫ്യൂഷൻസുകളുണ്ട്, പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. ഓക്കെ,
അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്ലാസ് റൂം ഞാൻ നേരത്തെ പറഞ്ഞു, ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, സ്റ്റുഡൻ്റ് അറ്റൻഷൻ നിങ്ങൾക്കറിയാം, ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, കൺഫ്യൂഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, പാർട്ടിസിപ്പേഷൻ വെച്ചിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴോ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കാണുന്നുണ്ടോ? കുട്ടി ഒരു കൺഫ്യൂഷൻ ആയിട്ടാണോ ഇരിക്കുന്നത് ഇല്ലേ എന്നറിയുന്നുണ്ടോ? ഇല്ല. കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ എൻഗേജ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല. കുട്ടിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള സ്റ്റുഡൻ്റ് അറ്റൻഷനും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ കുട്ടിയുടെയും ചലനങ്ങൾ നമ്മൾ ഓൺലൈൻ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ മേഖലയിൽ ഒരു 3-4 വർഷമായിട്ട് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്. എല്ലാ കുട്ടികളുടെയും ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ പറയും, ഇന്ന കുട്ടികൾക്ക് മനസ്സിലായോ, ഇന്ന ആൾക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോഴേ അവർ തമ്പ് വരും. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇമോജികളുണ്ട്, അതൊക്കെ നമ്മൾ വരും കേട്ടോ. ഓക്കെ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ സിമ്പിൾസുകളുണ്ട് ഓൺലൈനിലുള്ള. ഓക്കെ, അതിലേക്കൊക്കെ നമ്മൾ വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാക്ഷൻസുകൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ഡിജിറ്റൽ സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഓരോ സ്കില്ലുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഇപ്പം ഒരു ഓൺലൈൻ ക്ലാസ് സെറ്റപ്പ് എങ്ങനെയാണ്? ഒരു ലാപ്ടോപ്പ് വേണം അല്ലേ? പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ മീറ്റിലും അതല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ OBS പോലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് പഠിക്കണം. ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്യാമറയ്ക്കും ഓരോ തരത്തിലുള്ള പർപ്പസുകളുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടൈപ്പാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ലാപ്ടോപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ക്യാമറകൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ AI എനേബിൾ ആയിട്ടുള്ള ക്യാമറകളാണ്. നമ്മുടെ ചലനം വെച്ചിട്ട് ക്യാമറ മൂവ് ചെയ്യും. അങ്ങനെയുള്ള ക്യാമറകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ക്യാമറ മെക്കാനിസം ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ലേൺ ചെയ്യണം. അതോടൊപ്പം തന്നെ മൈക്രോഫോണിൻ്റെ യൂസേജുകൾ, സ്ക്രീൻ ഷെയറിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കും കേട്ടോ. ഡിജിറ്റൽ വൈറ്റ് ബോർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അധ്യാപകർ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, സാർ ഇതെങ്ങനെ എഴുതുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത്, അല്ല ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിന് പോലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അതായത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിലും അത് നന്നാക്കി ഇവിടെ സ്ക്രീനിൽ കാണിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അതൊക്കെ നമ്മളിവിടെ ലേൺ ചെയ്യും എന്നുള്ളതാണ്. പ്രസൻറ്റേഷൻ ടൂൾസുകളുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ക്ലാസ് എടുക്കുക, റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്, റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവരൊരു പോർഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ ആ പോർഷൻ്റെ ഒരു 25 മിനിറ്റുള്ള ക്ലാസ്സുകളായിരിക്കും വേണ്ടേ എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പാർട്ടായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം അല്ലേ? അയച്ചു കൊടുക്കുമ്പോഴത്തേന് പല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇപ്പോൾ സ്ലൈഡ് ഷെയറിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ OBSൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പല സോഫ്റ്റ്വെയറുകളും അതിന് ഉപയോഗിക്കാം. അതിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റി, ലൈവിലാണെങ്കിൽ പ്രശ്നമില്ല, ഓഫ്ലൈനിലാണെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റി, അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കുറേ എററുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ ന്യൂസ് വായിക്കുന്ന ആളുകളൊക്കെ ന്യൂസ് വായിക്കുന്ന സമയത്ത് ഒരു സ്ക്രീൻ വന്നിട്ട് അവരെന്താണോ വായിക്കുന്നത് അത് അവർക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന നോട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. വെച്ചാൽ നമുക്ക് മാത്രമേ അത് കാണത്തുള്ളൂ, കുട്ടികൾക്ക് അത് കാണില്ല. ആ രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാം. അങ്ങനെ പല അഡ്വാൻറ്റേജും നമുക്ക് അവിടെ ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാഹചര്യമുള്ള ഒരു മേഖലയാണ് വീഡിയോ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. ഒരു ടീച്ചർക്കും അത്യാവശ്യം ബേസിക്സ് ഇതിൻ്റെ അകത്ത് വേണം. നമ്മളിതിവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ ഡിജിറ്റൽ അസൈൻമെൻറ്റ്സ്, ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വേണം. ഓക്കെ, യെസ്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കൊരു ഫെസിലിറ്റേറ്ററായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ടൂളുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും വേണം എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ദെൻ കണ്ടൻറ് ക്രിയേഷൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ എഡ്യൂടെക് കമ്പനികളിൽ ഇപ്പം നിങ്ങൾ ട്യൂഷൻ്റെ ഒരു ക്യാൻവാസ് വിടുക, വലിയ വലിയ ഫേമുകളിൽ, ഇപ്പോൾ IPLS ഒക്കെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് അല്ലേ, എഡ്യൂടെക് കമ്പനികളാണ്. ഇവിടെയൊക്കെ നിങ്ങൾ വരുമ്പം നിങ്ങളെടുക്കുന്ന കണ്ടൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങളുടെ റീച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടൻറ്റാണ്.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുകയാണ്. അപ്പോൾ RBI ആയിട്ട് ചർച്ച നടക്കുന്ന സമയത്ത്, RBIയുടെ പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് നമുക്ക് റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, ബാങ്ക് റേറ്റ് എന്താണ്, ഇത് മൂന്നാണ്. അതിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെയുള്ള കണ്ടന്റുകളുണ്ടല്ലോ, പ്രധാനപ്പെട്ട കണ്ടന്റുകൾ. ഓക്കെ, അപ്പോൾ ആ കണ്ടന്റുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. പ്ലസ് അത് സബ്ജക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ചില കോഴ്സുകൾ, സർവം മായ എന്ന് പറയുന്ന സിനിമ വന്നു. അപ്പം ഞങ്ങൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത് സർവം സജ്ജം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, തുടരും എന്ന് പറയുന്ന സിനിമ മോഹൻലാലിൻ്റെ വന്നു. അപ്പോൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്താണോ നിലവിലെ മാർക്കറ്റിൽ നിലവിലെ ആളുകൾ സംസാരിക്കുന്ന വിഷയം, ആ വിഷയത്തോട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ടോപ്പിക്കുകൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കണം എന്നുള്ളതാണ് കണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റോളുണ്ട്, മനസ്സിലായി. പക്ഷെ ഒരു ടീച്ചർ എന്തായിരിക്കണം, കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പം ഒരു ടീച്ചർ വരുമ്പോൾ സമയത്ത് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുക മാത്രമല്ല, ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. അതിന് ഇത്ര സെക്കൻഡ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. സോ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആ വിഷയത്തിൽ മേൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സോ കണ്ടന്റ് ക്രിയേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഏരിയ. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ഓക്കെ, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങളൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുക അല്ലേ, അപ്പോൾ അവിടെ കുറേയധികം കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ എൻഗേജ്മെൻറ്റ് നിങ്ങൾക്ക് പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം അല്ലേ. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. പക്ഷെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലെ പോലെ തന്നെ ഈ തരത്തിൽ കുട്ടികളുടെ എൻഗേജ്മെൻറ്റ് ഓൺലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ഹൗ ഡു വി കീപ് ദ സ്റ്റുഡൻസ് എൻഗേജ്ഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നിങ്ങളിപ്പോൾ ഒരു 8ാം ക്ലാസ്സിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് ചെല്ലുന്നു, ഒരു +2 ക്ലാസ്സിലേക്ക് ചെല്ലുന്നു അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, നേരത്തെ പരിപാടിയാണ് അല്ലേ, എല്ലാവരും ഒന്ന് എണീപ്പിച്ച് നിർത്തും, ഒന്ന് ഇരുത്താം, പിന്നെ എണീപ്പിച്ച് നിർത്താം, പിന്നെ ഇരിക്കാൻ പറയാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിം സെക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ടോപ്പിക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവരൊന്ന് കൂളായതിനു ശേഷം ക്ലാസ്സിലേക്ക് വരാം. ഇങ്ങനെയുള്ള പല ടിപ്പുകളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴോ നിങ്ങൾ ഫേസ് കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്? കുട്ടികൾക്ക് വേണ്ടത് എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടി എന്ത് ചെയ്യും, എൻഗേജ്ഡ് ആവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ തരത്തിലുള്ള മെത്തഡോളജി, എന്ത് വേ ഓഫ് അപ്രോച്ചാണ് നമ്മളിവിടെ എടുക്കേണ്ടത്, അതിവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമല്ല കുട്ടികൾ എൻഗേജ്ഡ് ആകുന്നത്. നമ്മുടെ കണ്ടൻറ്റിൻ്റെ മെറിറ്റ് എന്താണ്, നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം എന്താണ്, ആ വിഷയം എങ്ങനെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ നോളജ് വെച്ചിട്ട് അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവരിൽ ഒരാളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം അല്ലേ. എപ്പോൾ ഇതിൻ്റെ ടീച്ചിങ് ലെസൺ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ ഒരാളായി മാറിക്കൊണ്ട് അവരെ എൻഗേജ്ഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ കണ്ടൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് മാറ്റണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ മോഡേൺ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കും, ടീച്ചറിൻ്റെ റോള് AI റീപ്ലേസ് ചെയ്യൂ? ഒരു കാരണവശാലും ഇല്ല കേട്ടോ. ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ജീവനുള്ളൂ. ഒരു കുട്ടിയെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതൊരു ഹ്യൂമന് മാത്രമേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഒരു അധ്യാപകൻ്റെ കൈ പതിയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ. എപ്പോഴും ഇതിനെ ഒരു ഇൻ്റലക്ച്വൽ വേയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതായത് നിങ്ങൾക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഈ ടൂളുകൾ സഹായമാക്കും. പക്ഷെ ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ മോഡേൺ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട AI നമ്മൾ ലെസൺ പ്ലാനിങ്ങിൽ, ബ്രെയിൻ സ്റ്റോമിങ്ങിൽ, അതുപോലെ തന്നെ ഡിസ്കഷൻ ടോപ്പിക്കിൽ, കണ്ടൻറ്റ് സമ്മറൈസ് ചെയ്യുന്ന കാര്യത്തിൽ, മെറ്റീരിയലുകൾ റിവിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഈ AI കൂടെ മെർജ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും.
കേട്ടോ. പക്ഷേ ഇത് മൊത്തം നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കും കേട്ടോ. അതായത് ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം എനേബിൾ ആയിട്ടൊരു ടോപ്പിക്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരിച്ച് അങ്ങോട്ട് പോകാത്തത് കേട്ടോ. ഓക്കെ, യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു PPT ചെയ്യുന്നതിനപ്പുറം എയോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു PPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ PPT ചെയ്യേണ്ട ആ സമയം ലഘൂകരിക്കുന്നു എന്നപ്പുറത്തേക്ക് ഒരു ടീച്ചറുടെ റോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് ടീച്ചിങ് ബ്രാൻഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തിലേക്കാണ് നിൽക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന അധ്യാപകരുണ്ട്. 1.5 ലക്ഷം പേരിൽ ശമ്പളം മേടിക്കുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വർക്ക് അറ്റ് ഹോമാണ്, വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഇൻകം ഏൺ ചെയ്യുന്നത്. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ക്ലാസ്സിന് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അത് നിങ്ങൾ ആലോചിക്കണം, ഈ ക്ലാസ്സിനെടുത്ത മെറ്റീരിയൽ നിങ്ങൾ എത്ര ക്ലാസ്സിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഒരു മെറ്റീരിയൽ തന്നെ പല ക്ലാസ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒറ്റ തവണ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതി. പല ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ഉപയോഗിക്കാം. വർക്ക് അറ്റ് ഹോമാണ്. നിങ്ങളൊരു ജോലിക്ക് പോകണമെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങളുടെ കോസ്റ്റ് ഒന്ന് ആലോചിക്കുക. ട്രാൻസ്പോർട്ടേഷൻ വേണം, അക്കോമഡേഷൻ വേണം, ഫുഡ്, മറ്റ് എക്സ്പെൻസുകളെല്ലാം വരുന്നു. അതൊന്നും ഇല്ല. നിങ്ങൾ വർക്ക് അറ്റ് ഹോമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വർക്ക് അറ്റ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു വലിയ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് മറ്റ് ഒരു പ്രൊഫഷനിലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം ടെക് കമ്പനികളിലൊക്കെ വർക്ക് അറ്റ് ഹോം ഉണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയൊരു ക്യാൻവാസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ടീച്ചിങ്ങിലാണ്. അപ്പോൾ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഓൺലൈൻ എഡ്യൂക്കേറ്ററാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ദെൻ കോഴ്സ് ക്രിയേറ്റർമാരുണ്ട്. ഓരോ കോഴ്സിനും അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ് ക്രിയേറ്റർമാരുണ്ട്, കോഴ്സ് ക്രിയേറ്റർമാരുണ്ട്. അങ്ങനെയുള്ള പല പോസ്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പോസ്റ്റുകളും ഫില്ല് ചെയ്യുന്നത് ടീച്ചേഴ്സിനെ കൊണ്ടാണ്. ഇപ്പം നമ്മളൊരു ജോബ് ആഡൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോസ്റ്റിലേക്ക് ഇടുന്നത്. അല്ലാതെ ബിടെക് പഠിച്ചവരോ അല്ലെങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല. ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ടീച്ചേഴ്സിനെ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എക്സാം ട്രെയിനറായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം പല എക്സാമുകൾക്ക്, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ എക്സാം ട്രെയിനറായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടാനുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് പോകുന്നുണ്ട്. അക്കാദമിക് മെൻറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കാദമിക് മെൻറ്റർമാരുടെ, കോർഡിനേറ്റർമാരുടെ ഒഴിവുകൾ ഉണ്ടെന്നുള്ള ജോബ് പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ജോബ് വേക്കൻസികൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നത്. കാരണം അവർക്കാണ് ഈ മേഖല കൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ദെൻ കണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ പറഞ്ഞു. ഓൺലൈൻ ട്യൂട്ടർ. സാധാരണ ഈ ഓൺലൈൻ, നിങ്ങളിപ്പോൾ ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാൽ പിന്നെ ഒരു 5-6 പേരെ കൊണ്ട് ട്യൂഷൻ എടുക്കുന്ന പരിപാടി, അങ്ങനെ ആ ഒരു ചെറിയ ക്യാൻവാസ് നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഇത് വലിയ വലിയ കമ്പനികളിലേക്ക് ലീഡ് ചെയ്യുന്ന വലിയ ഓപ്പർച്യൂണിറ്റികളാണ് അവിടെ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനറുണ്ട്, ഡിജിറ്റൽ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1, 2, 3 കരിയർ ഓപ്പർച്യൂണിറ്റി അല്ല, വിശാലമായ കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ വീടിൻ്റെ ഒരു റൂം സ്പേസ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഈ വിർച്വൽ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ ടോട്ടൽ പ്ലാൻ എന്നുള്ളത് ഒരൊറ്റ കാര്യത്തിൽ പറഞ്ഞു നിർത്തുവാണ്. നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന എക്സലൻസ് അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? ഈ പറയുന്ന ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഒരു വെർച്വൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ടീച്ചിങ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മാറ്റം വരുത്തണം. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഇപ്പം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഇത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പം നിങ്ങളൊരു സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നു, അവിടെ കുറേ കുട്ടികൾ തോറ്റുപോയി കഴിഞ്ഞാൽ, കുറേ കുട്ടികൾ ഫെയിലായി കഴിഞ്ഞാൽ, കുറേ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അധികം നിങ്ങളെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കോഴ്സ് എടുക്കുന്ന കുട്ടികൾ വലിയ പേയ്മെൻ്റ് ആയിരിക്കും നൽകുന്നത്. സോ ആ പേയ്മെൻറ്റിന് വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. സോ വെറുതെ കുട്ടികളെ നമ്മൾ കുറേ ദിവസം കുറേ ക്ലാസ് എടുത്തു, എൻഗേജ് ചെയ്തു, കുട്ടികൾ ഹാപ്പി, നമ്മൾ ഹാപ്പി പോകുന്നു, അങ്ങനെയല്ല. ദ ഫൈനൽ
തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസൾട്ടാണ്. 10th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കണം. മനസ്സിലാണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് മെക്കാനിസം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കും കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കും. ദെൻ ഓൺലൈൻ പ്രസൻസ്, അത് ടീച്ചറിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രെഡിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആകത്തുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിലുള്ളത് ഓൺലൈൻ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ നമുക്ക് അതിന് വേണ്ട സ്കിൽ സെറ്റുകൾ, അതിപ്പം ടെക്നോളജിക്കലായിട്ടുള്ള സ്കിൽ സെറ്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഓൺലൈൻ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ സെറ്റുകളായിക്കോട്ടെ, ഇത് കൃത്യമായിട്ട് നമ്മൾ മേടിച്ചെടുത്ത് നമ്മുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കായിട്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡിമാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന വലിയ ഒരു ഏണിംഗ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലുള്ളത്. ആ ഏണിംഗ് നിങ്ങൾ കിട്ടുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭൂരിഭാഗം 90% ജോലികളും വർക്ക് അറ്റ് ഹോം ആണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് വലിയ ഏണിങ്ങിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിലവിൽ നിങ്ങൾക്കറിയാം PSC അടക്കമുള്ള ചാനലുകളിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വളരെ 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 ചെറുതാണ്. അതുകൊണ്ട് കൃത്യമായൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തി പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ലോകമാണ് നമുക്ക് മുന്നിലുള്ളത്. സ്വാഭാവികമായിട്ടും I+ നിങ്ങളെ ഈ കോഴ്സിലേക്ക് വളരെ ഹാർദവമായ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഓൾ ഓഫ് യു. താങ്ക് യു.